തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1 കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്, 2 മുട്ടയും. ഈ 2 മുട്ടയുടെ എഗ് വൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത്, 1 മുട്ടയുടെ എഗ് യോക്ക്. എന്നാൽ ശരി, നമുക്ക് സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ മയോണൈസ് തയ്യാറാക്കിയെടുക്കാം. ജാറിലേക്ക് നമുക്കിനി 2 മുട്ടയുടെ വെള്ളയും 1 മുട്ടയുടെ മഞ്ഞയും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 2 അല്ലി വെളുത്തുള്ളി കൂടി ചേർക്കുകയാണ്. മിക്സി ജാറിൽ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് എടുക്കേണ്ടത് ഫസ്റ്റ് സ്പീഡോ സെക്കൻഡ് സ്പീഡോ യൂസ് ചെയ്തിട്ടല്ല, അല്ലാതെ ഒരു ബാക്ക് സ്പീഡ് ഉണ്ടല്ലോ, ചമ്മന്തിയൊക്കെ അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാക്ക് സ്പീഡ്, ആ ബാക്ക് സ്പീഡ് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ മയോണൈസ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലിപ്പോൾ മുട്ടയും വെളുത്തുള്ളിയാണ് ഇട്ടിട്ടുള്ളത്. ഇത് നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. മുട്ടയും വെളുത്തുള്ളിയും നന്നായിട്ട് അടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഫുള്ള് വിനിഗർ ചേർത്ത് കൊടുക്കാം. 1 പിഞ്ച് ഉപ്പ് കുറവായിട്ട് ഇട്ടാൽ മതി. ഇപ്പോൾ കുറഞ്ഞു പോയാൽ നമുക്കത് ഉപ്പ് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം, പക്ഷെ കൂടിപ്പോയി ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ പേരിൽ 1 പിഞ്ച് ഉപ്പാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ഇതൊന്നുകൂടി വീണ്ടും ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നല്ലതുപോലെ അടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വളരെ കുറച്ചായിട്ട് എണ്ണ ചേർത്ത് കൊടുത്ത് അടിച്ചെടുക്കാം. ഒരിക്കലും എണ്ണ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കരുത്, എങ്കിൽ കറക്റ്റായിട്ട് കിട്ടില്ല. വളരെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് വേണം മയോണൈസ് അടിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഇതാ ഇത്രയും കട്ടിയിൽ വന്നിട്ടുണ്ട്, ഇത്രയും കട്ടിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, റിഫൈൻഡ് ഓയിൽ തന്നെ വേണം, കോക്കനട്ട് ഓയിലൊന്നും എടുക്കരുത്. കോക്കനട്ട് ഓയിൽ മണമുള്ള ഒരു ഓയിലും നമ്മൾ മയോണൈസ് തയ്യാറാക്കാൻ വേണ്ടി എടുക്കരുത്. വീണ്ടും ഒന്നുകൂടി അടിച്ചെടുക്കണം. ഇത്രയും കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫസ്റ്റ് സ്പീഡിലിട്ട് വേണം മയോണൈസ് അടിച്ചെടുക്കാനായിട്ട്. ഇത്രയ്ക്കും കട്ടി വന്നിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് സ്പീഡിലിട്ടിട്ടാണ് ഇതിപ്പോൾ അടിച്ചെടുത്തിട്ടുള്ളത്. ഇത്രയും തിക്നെസ് മതി എന്നുള്ളവർക്ക് ഇപ്പോൾ തന്നെ ഇത് എടുത്ത് മാറ്റാം. കുറച്ചുകൂടി തിക്നെസ് വേണം എന്നുള്ളവർക്ക് കുറച്ചുകൂടി ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ കുരുമുളക് പൊടിയോ കടുക് പേസ്റ്റോ ഒന്നും ചേർക്കുന്നില്ല. അത് ആവശ്യമുള്ളവർക്ക് അത് ചേർക്കാം. ഞാൻ വളരെ കുറച്ചുകൂടി ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഫസ്റ്റ് സ്പീഡിലിട്ടാണ് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നത്. നമ്മുടെ മയോണൈസ് കറക്റ്റായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും തിക്കായിട്ട് വന്നിട്ടുണ്ട്. ആ 1 കപ്പ് ഓയിലും ഞാൻ ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി ആ ഒരു മയോണൈസിൻ്റെ. ഞാനപ്പോൾ ഇതിൽ നിർത്തുകയാണ്. സാധാരണ മിക്കവർക്കും മയോണൈസ് വെക്കുമ്പോഴത്തേക്കും എപ്പോഴും ആ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടാറില്ല. പക്ഷേ ഇതുപോലെ നമ്മൾ ട്രൈ ചെയ്താൽ മതി, നമുക്ക് കറക്റ്റായിട്ട് മയോണൈസ് കിട്ടും. അപ്പോൾ പുറത്തു നിന്നൊന്നും ഇനി മയോണൈസ് വാങ്ങേണ്ട ആവശ്യമൊന്നും വരില്ല. 1 മിനിറ്റ് കൊണ്ട് തന്നെ വീട്ടിൽ തന്നെ മയോണൈസ് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇനി ഇതിൽ ഉപ്പ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യാം. അതേപോലെ തന്നെ കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ മയോണൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇതെല്ലാവർക്കും ഇഷ്ടമാവും. ഈ വീഡിയോ ഇഷ്ടമായാൽ ഷമീസ് കിച്ചണിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ. വീണ്ടും നല്ല നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ഫ്രം ഷമീസ് കിച്ചൺ.